ഈ നാട് മുഴുവൻ, ഈ സംസ്ഥാനം മുഴുവൻ ആ പെൺകുട്ടി ഒരു അഡ്വക്കേറ്റിനെ വിക്ടിം വക്കാലത്തിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. കൊലകൊമ്പന്മാരായിട്ടുള്ള പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആരും തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓഫീസുണ്ട്, ഞാനാണ് അവിടുത്തെ സീനിയർ, എന്നെ സംബന്ധിച്ച് വിക്ടിം വക്കാലത്തിട്ട് പ്രോസിക്യൂഷനെ ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് രാവിലെ മുതൽ പാതിരാത്രി വരെ ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ ആ കേസ് ഏറ്റെടുക്കേണ്ടി വന്നത്. ഇനി ഞാൻ ചെയ്യും. പക്ഷെ എന്റെ നാവിലെ കാരണം ഇപ്പോ ഈ കീഴ്ക്കോടതിയിൽ ഇപ്പോൾ ദിലീപിനെ ശിക്ഷിച്ചില്ല, ഇനി മേൽക്കോടതികളിലേക്ക് അപ്പീലിന് പോവുകയാണ് പ്രോസിക്യൂഷൻ. അവിടെ പ്രതീക്ഷ പുലർത്തുന്നുണ്ടോ താങ്കൾ? അല്ല, എനിക്ക് ഇന്നും പ്രതീക്ഷ തന്നെയാണല്ലോ. ഞാൻ 12-ാം തീയതി കഴിയട്ടെ, ഞാൻ പറയും കേരളത്തിനോട്. 12-ാം തീയതി കഴിയട്ടെ, ഞാൻ പറയും കേരളത്തിനോട്. എന്റെ വായ അങ്ങനെയൊന്നും ആർക്കും മൂടിക്കെട്ടാൻ സാധിക്കില്ല. ഞാൻ പറയും, നിങ്ങളോട് എല്ലാവരോടും പറയും എങ്ങനെയാണ് പ്രോസിക്യൂഷൻ കേസ് നടത്തിയത്, എന്തൊക്കെ തെളിവുകൾ പ്രോസിക്യൂഷൻ കൊടുത്തു, എന്താണ് ഞാൻ ചെയ്ത പണി, ഇത്തരം കാര്യങ്ങളെല്ലാം. കാരണം ഇതൊരു അഡ്വക്കേറ്റ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കേസ് മാത്രമല്ല, ഇതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും എന്താണ് പ്രോസിക്യൂഷൻ നടത്തിയ കേസ്. 12-ാം തീയതി താങ്കൾ പറയുമെന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണോ? പ്രോസിക്യൂഷൻ ധാരാളം തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അതൊന്നും പുറത്തു പറയാനായിട്ടുള്ള സമയം 12-ാം തീയതി കഴിയാതെ എനിക്ക് വരുന്നില്ല. നിയമപരമായ തടസ്സം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അഡ്വക്കേറ്റ് ടി പി മിനിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഞാൻ അഭിമാനത്തോടുകൂടി നിൽക്കും. ആ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ശരിയായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി പ്രതികരിച്ചതിന്. തനിക്കെതിരെ ദിലീപും സംഘവും കൊലവിളി നടത്തുന്നതിൽ അതിജീവിത അഭിഭാഷക ടി ബി മിനിയാണ് ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട്. സൈബർ ആക്രമണത്തിലും കൊലവിളിയിലും തകരില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. തന്റെ നിലപാട് ശരിയായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ സൈബർ ആക്രമണമെന്നും അവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഷുക്കൂർ തുടരുന്നുണ്ട്. ഷുക്കൂർ, ടി ബി മിനിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. വളരെ ഷാർപ്പായി അവർ കാര്യങ്ങൾ പറയുന്നു. തനിക്കെതിരെയുള്ള വിമർശനങ്ങളിൽ ഒരു കാര്യവുമില്ല, താൻ വളരെ ആത്മാർത്ഥമായാണ് വിക്ടിമിന് വേണ്ടി നിന്നത് എന്ന് അവർ പറയുന്നു. എന്തുകൊണ്ടാണ് പിന്നെ അവർക്ക് ഇത്രത്തോളം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് ഷുക്കൂർ? ഈ ദിലീപ് കേസ് സാധാരണ കേസ് പോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ സംഭവം നടന്നയുടൻ വിക്ടിം വക്കാലത്തെടുക്കാൻ ഒരു അഭിഭാഷകരും തയ്യാറായിരുന്നില്ല എന്നുള്ളത് മിനി പറഞ്ഞത് 100% സത്യമാണ്. കാരണം പ്രധാനപ്പെട്ട അഭിഭാഷകരെ എല്ലാം നടിയുമായി ബന്ധപ്പെട്ടവരും സമീപിച്ചെങ്കിലും അവരൊന്നും തന്നെ ഇരയുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം അത്രയ്ക്കും സ്വാധീനമുള്ളവരാണ് അന്ന് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ പ്രതികളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ചില സമ്മർദ്ദ നീക്കങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള അവരുടെ സ്വാധീനം ഇവർ പരിഗണിച്ചിരിക്കാം. എന്തായാലും ആരും തയ്യാറാക്കാത്ത ഒരു ഘട്ടത്തിലാണ് ടി ബി മിനി ഈ വിക്ടിം വക്കാലത്ത് ഏറ്റെടുക്കുന്നത്. പിന്നീട് എറണാകുളത്തെ ഒരു സാധാരണ ഹൈക്കോടതി അഭിഭാഷകയാണ് അവരെ സംബന്ധിച്ച് ഇത്രയും ഒരു വലിയ കേസ് അവർ തനിച്ച് നടത്തുന്നു എന്നൊരു പ്രതീതിയൊക്കെ ഒരു പക്ഷേ പ്രതികളുടെ ആളുകൾ ഉണ്ടാക്കിയിരിക്കും. അങ്ങനല്ല, പ്രോസിക്യൂഷനാണ് കേസ് നടത്തുന്നത്. വിക്ടിം വക്കാലത്തെടുത്ത് അവർ പ്രോസിക്യൂഷനെ സഹായിക്കുന്നു. വിക്ടിമിന്റെ അല്ലെങ്കിൽ ഇരയുടെ അഭിഭാഷക എന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും അവരെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയൊരു കേസിന്റെ സമ്മർദ്ദവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വരുന്ന വിമർശനങ്ങളും അവർക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. പലപ്പോഴും വളരെ വികാരപരമായി തന്നെ അവർ പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വിധി വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രതികരണത്തിൽ വലിയ ഒരു മുൻവിധി ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അവർ പലപ്പോഴും ആ അർത്ഥത്തിൽ പ്രതികരിക്കുകയും ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവരെ പ്രകോപിപ്പിക്കാനും അങ്ങനെ പ്രകോപിപ്പിക്കുന്നതിൽ വിജയിക്കാനും അവരുടെ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ദിലീപ് കുറ്റവിമുക്തനായ ശേഷം ഈ മിനി ടി ബി എന്ന ഈ അഭിഭാഷകയുടെ പരാജയമാണ്. അവർക്ക് രാമൻപിള്ള എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനോട് ഏറ്റുമുട്ടാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞ് അവരെ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കമൻറ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അപ്പോൾ നീതിക്ക് വേണ്ടി ഒരു ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ച താൻ ഇത്തരത്തിൽ ട്രോൾ ചെയ്യപ്പെടുന്നതിലെ ഒരു വിഷമമാണ് അവർ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇത്തരം ഒരു കേസിൽ അവർ കുറ്റക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്ന ദിലീപ് എന്ന ഒരു വമ്പൻ രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ വലിയ വൈകാരികത ഉണ്ടാകുന്നത്. അത് വകവെച്ച് കൊടുക്കുക തന്നെ വേണം.
എന്തായാലും നിയമത്തിന് മുന്നിൽ ആ വൈകാരികതകൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അവിടെ വിധി വരുന്നത് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലുള്ള തെളിവുകളും സാക്ഷിമൊഴികളും ആ കേസിൽ എത്രമാത്രം ഫലപ്രദമായി അതിന് ഇപ്പോഴത്തെ വിധിക്ക് അത് ഏതെല്ലാം സ്ഥലത്തിൽ പരിഗണിക്കപ്പെട്ടു എന്നെല്ലാം വിശദമായ വിധി 12-ാം തീയതി വരുന്നതോടുകൂടി മാത്രമേ വ്യക്തമാകൂ. എന്തുകൊണ്ട് ജഡ്ജി ഹണി എം വർഗീസ് ഇത്തരത്തിലൊരു വിധി എഴുതിയെന്ന് സ്വാഭാവികമായും വിശദമായ ഒരു വിധിപ്പകർപ്പിൽ അവർ വിശദീകരിക്കും. അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ച് ഒരു നിയമരംഗത്തുള്ളവർക്ക് പോലും ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയോ. അത്ര സമയം കാത്തിരിക്കണം. അതുതന്നെയാണ് മിനിയും പറഞ്ഞത്. 12-ാം തീയതിക്ക് ശേഷം ഞാൻ ചിലത് വെളിപ്പെടുത്തുമെന്ന്. അപ്പോഴും എന്താണ് വിധിപ്പകർപ്പിലുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത് പുറത്തു വന്നിട്ടില്ല. 12-ാം തീയതി വരെ കാത്തിരിക്കുക നിർവാഹമുള്ളൂ. എന്തായാലും ദിലീപിനൊപ്പമുള്ളവർ ആഹ്ലാദിക്കുകയാണ്, അവർ സന്തോഷം പങ്കിടുകയാണ്, പടക്കം പൊട്ടിക്കുന്നു, കേക്ക് മുറിക്കുന്നു, വലിയ ആഘോഷാരവങ്ങൾ മുഴക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ ഭാഗമായി മിനിക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു. അതിലുള്ള സങ്കടമാണ് അവർ പങ്കുവച്ചത്.